രാഹുൽ ഗാന്ധി ആരോപിച്ച എല്ലാ ആരോപണങ്ങൾക്കും കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. രാഹുലിന്റെ ആരോപണം വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഇദ്ദേഹം തെളിവ് നിരത്തുമ്പോൾ ആ തെളിവ് പലരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലേക്ക്, അല്ലെ, അദ്ദേഹം കുറെ സ്ത്രീകളുടെ ചിത്രമെല്ലാം അങ്ങ് പുറത്തു വിടുകയാണ്. ഇവർ കള്ളവോട്ടാണ്, ഈ സ്ത്രീ കള്ളവോട്ടാണ്. രാഹുൽ ഗാന്ധിക്ക് വളർച്ചയില്ലല്ലേ? അപ്പോൾ ഈ ഇവിടെ ഒരു ചെറിയ കുറവുണ്ട്. ഈ യോദ്ധ സിനിമയിലെ ഈ അപ്പുകുട്ടനും അശോകനും തമ്മിലുള്ള മത്സരം ഉണ്ടല്ലോ, തൈപ്പറമ്പിൽ അശോകനും അപ്പുകുട്ടനും തമ്മിലുള്ള മത്സരം ഇനി കാവിലെ ഒടുവിൽ അവസാനം കാവിലെ പാട്ട് മത്സരത്തിൽ കാണാം എന്ന് പറയുന്നത് പോലെ അതിലെങ്കിലും ജയിക്കണേ, അവിടെയും തോറ്റാൽ ഇനി ഈ വർഷം വേറൊരു മത്സരമില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മുടെ കേരളം, തമിഴ്നാട്, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കിട്ടിയ അവസാന അവസരമാണ് രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുറത്ത് ഒരു സംശയം ജനിപ്പിക്കാൻ, വോട്ടർമാരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ കിട്ടിയ ഈ അവസരം. അത് അദ്ദേഹം നന്നായിട്ട് വിനിയോഗിച്ചു. അതല്ലാതെ അതിൽ കവിഞ്ഞ് ഇപ്പോഴത്തെ ഈ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നിതാ തെളിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് അതിന് മറുപടി കൊടുത്തു. ഇത്ര നാളും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം ചോദിച്ചുകൊണ്ടിരുന്നത് എവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, എവിടെ മറുപടി, എവിടെ രാഹുലിന് മറുപടി പറയാൻ ആരുമില്ലേ എന്നൊക്കെയാണ്. ഈ രാഹുലിന് ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി മലയാളിയായ സുരേഷ് ഗോപിയുടെ അടുത്ത് ഈ ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം മറുപടി പറയാണ്, ഇതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അവരിന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അവർ പറയും, ഞാൻ അതിനകത്ത് എന്താണ് പറയേണ്ടത്? ഞാനൊരു മന്ത്രിയാണ്, എൻ്റെ ഉത്തരവാദിത്വം മന്ത്രിപ്പണി ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കള്ളവോട്ടുണ്ടോ ഇല്ലയോ, ക്രമക്കേട് നടന്നോ ഇല്ലയോ, ഇതൊക്കെ പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിങ്ങൾ അവരോട് ചോദിക്കൂ, എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. അദ്ദേഹം വളരെ ഭംഗിയായി കൃത്യമായ ഉത്തരം പറഞ്ഞു. ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ നിരന്തരം പ്രധാനമന്ത്രിയും മന്ത്രിമാരും വോട്ട് കവർന്നിട്ടാണ്, വോട്ട് മോഷ്ടിച്ചിട്ടാണ് അധികാരത്തിലെത്തിയത് എന്ന് ആരോപണങ്ങൾ ഉന്നയിക്കാം. നമുക്ക് ആർക്കും രാഷ്ട്രീയത്തിൽ ആരെക്കുറിച്ചും ആരോപണം ഉന്നയിക്കാം. പക്ഷേ എന്താ തെളിവ് എവിടെ? നിങ്ങൾ പറയൂ, വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചാൽ, ആ ക്രമക്കേടുകൾ ഇന്ന ക്രമക്കേട് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്നാണോ നമുക്ക് ബോധ്യപ്പെടുന്നത്, അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസത്തിനകം തന്നെ വേണമെന്ന് ആരും വാശി പിടിക്കുന്നില്ല. 5 കൊല്ലം പൂർത്തിയാകാറാകുമ്പോൾ ആണ് നമുക്കിത് ബോധ്യപ്പെടുന്നത്. നിങ്ങൾ അപ്പം കൊടുക്കൂ പരാതി, സത്യവാങ്മൂലം കൊടുക്കൂ. എന്തിനാ ഭയക്കുന്നത്? അത് അവിടെ പരാതി കൊടുക്കാനും സത്യവാങ്മൂലം കൊടുക്കാനും ഭയപ്പെടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് വെറും പൊള്ളയായ ആരോപണമാണ് എന്നാണ്. തുടക്കത്തിൽ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം പവർ പോയിന്റ് പ്രസന്റേഷൻ ആരംഭിച്ച് ഏതാണ്ട് പകുതി സമയം പിന്നിട്ടപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിരുന്നു. അവർ പ്രസ്താവന ഇറക്കി, നിങ്ങൾ ഈ തെളിവുകൾ, കയ്യിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് പരാതി സത്യവാങ്മൂലവും നൽകൂ, ഞങ്ങളത് അന്വേഷിച്ച് നടപടിയെടുക്കാം. അവർ തിരിച്ച് രാഹുലിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നില്ലല്ലോ ചെയ്തത്. ഇപ്പോൾ കാണിച്ചു തരാം, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യുന്നു. നീ ആരാ ചോദ്യം ചെയ്യാൻ? ഇങ്ങനെയല്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടത്. മറിച്ച് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. കയ്യിലുള്ള തെളിവുകളും രേഖകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം. കോപ്പി കൈമാറിയാൽ മതി, ഒപ്പം നിങ്ങൾ സത്യവാങ്മൂലവും നൽകണം. ഈ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ സത്യവാങ്മൂലവും നൽകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് പരിശോധിച്ച് നടപടിയെടുക്കുക. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രവും നീതിപൂർവവുമായി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, ഒരു പ്രസ്ഥാനമാണ്. അതിനെ സംശയിക്കാൻ തുടങ്ങിയാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾ ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കൂ. ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം പേരെ പുറത്താക്കി എന്ന് പറഞ്ഞ് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ സുപ്രീം കോടതി പറയുന്നു, നിങ്ങൾ അറ്റ്ലീസ്റ്റ് മിനിമം നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കൂ. അങ്ങനെ അവർ പറയുന്നത് കേൾക്കൂ. ആദ്യം ആ പറയുന്നതിൽ എന്തെങ്കിലും പെശകുണ്ടോ എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരും, നമുക്കപ്പോൾ ബാക്കി പറയാം. ഇത്
വാലും തലയും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക, എന്നിട്ട് ഒരു വലിയ ഭരണഘടനാ സ്ഥാപനത്തെ, രാജ്യത്തെ അതത് സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാരുടെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന, തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഡ്യൂട്ടി ഉള്ളത്. ഈ BLOമാരാകട്ടെ, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരാകട്ടെ, അവർക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് ഡ്യൂട്ടി. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് തെരഞ്ഞെടുത്ത് അവരെ പരിശീലനം കൊടുക്കും. ഈ തെരഞ്ഞെടുപ്പ് ഓരോ തവണയും പരിശീലനം കൊടുക്കും. ഇത് വെറുതെ ഒരു 5 വർഷം കൂടുമ്പോഴല്ല പരിശീലനം കൊടുക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പും ആ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, അത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊടുക്കും. അതിനുശേഷം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റും. നിലവിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും. തിരുവനന്തപുരംകാരനെ മാറ്റുന്നത് വയനാടേക്കായിരിക്കും. വയനാടുള്ള ഉദ്യോഗസ്ഥനായിരിക്കും, അല്ലെങ്കിൽ തൃശ്ശൂരുള്ള ഉദ്യോഗസ്ഥനായിരിക്കും തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യുന്നത്. അങ്ങനെ പോലീസിൽ ഒക്കെ അങ്ങനെ മാറ്റം വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത് അധ്യാപകരെ, റവന്യൂ ജീവനക്കാരെ, അല്ലെ, ഇങ്ങനെയുള്ള സർക്കാർ ജീവനക്കാരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. വളരെ കൃത്യവും സുതാര്യവും സത്യസന്ധവുമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ നടക്കുന്നത്. അങ്ങനെ അത്ര സത്യസന്ധമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണിൽ എണ്ണയൊഴിച്ച് ഇരുന്ന് ഉദ്യോഗസ്ഥർ വഴി നടപ്പാക്കുന്ന അതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കയറി മേയാൻ പറ്റില്ല. ഈ വരണാധികാരി എന്ന് പറയുന്നത് കളക്ടറാണ്. ആ കളക്ടർ അവിടെ പരമാധികാരിയാണ്. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയാണ് കളക്ടർ. ആ കളക്ടറുടെ തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും ഒക്കെ അന്തിമമാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റില്ല. എന്തെങ്കിലും ക്രമക്കേട് നടന്നാൽ അദ്ദേഹത്തിന്റെ അടുത്ത് പരാതിപ്പെടാം, ഉടനടി നടപടി വരും. രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ഈ വാർത്താ പ്രാധാന്യം ആണോ, വാർത്തയിൽ ഇടം പിടിക്കുക എന്നത്? കാരണം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണ്, ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർന്നു എന്ന്. അത് ഒരു ചർച്ചയായപ്പോഴാണ് അടുത്ത് വോട്ടർ പട്ടിക വിവാദം. എന്തായാലും ഒരു രാജ്യദ്രോഹ പരാമർശം എന്തെങ്കിലും നടത്തിയൊന്ന് വാർത്തകളിൽ നിറയുക എന്ന് മാത്രമല്ല, അത് കാരണം ഇതെല്ലാം ഒരു കേരള കോൺഗ്രസ്സുകാരുടെ നയമാണ്. അതെ, നമ്മുടെ ശത്രുക്കൾക്ക്, നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് നമ്മളെ അടിക്കാനുള്ള വടി ഇട്ടു വെക്കുക. ഇതാണ് രാഹുൽ ഗാന്ധി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, വടിയെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും മോഡിയെ വലിച്ച് താഴെ ഇറക്കിയിട്ട് ആ കസേരയെ കയറി ഇരിക്കുക എന്നുള്ളതാണ്. അത് എന്തായാലും ഒരു കാര്യം ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്, രാഹുൽ ഗാന്ധിക്ക് അതിന് കഴിയില്ല എന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ സത്യസന്ധമായി സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ് എന്ന് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പത്രസമ്മേളനത്തിലെ ശാരീരിക ഭാഷ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. എത്ര കോൺഫിഡൻസോട് കൂടിയാണ് ആ പത്രസമ്മേളനം നടത്തുന്നത്. വളരെ കൃത്യമായിട്ട് പേരെടുത്ത് പറയുന്നുണ്ടല്ലോ, രാഹുൽ രാജ്യത്തോട് മാപ്പ് പറയണം, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു, ഭരണഘടനാ സ്ഥാപനത്തെ സംശയത്തിന്റെ മുൾമുനയിലല്ല നിർത്തിയത്, കരിവാരി തേക്കുകയായിരുന്നു. ഒരു മഹത്തായ സ്ഥാപനത്തെ അങ്ങേയറ്റം അപമാനിച്ച് പരിഹസിച്ച് അവരെ കള്ളന്മാരെന്ന് മുദ്ര കുത്തി കരിവാരി തേക്കുകയാണ് രാഹുലും കൂട്ടരും ചെയ്തത്. ഈ കോൺഗ്രസ് പാർട്ടി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മാപ്പ് പറയേണ്ടതാണ്. വാസ്തവത്തിൽ ഞാൻ പറയുന്നത്, BJPക്കാർ കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യവസ്ഥാപിതമായിട്ട് നടപടിയെടുക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യത്തില്ലേ? എന്തിനാണ് അതിനെ നമ്മൾ ഭയക്കുന്നത്? ഇവിടെ ഭയത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നമുക്ക് നീതി ലഭ്യമായില്ലെങ്കിൽ സുപ്രീം കോടതിയില്ലേ, ഹൈക്കോടതികളില്ലേ? ഈ കോടതികളും ഇവരെല്ലാവരും കള്ളന്മാരാണോ? ഇവരെല്ലാവരും കുഴക്കാരാണോ? രാഹുൽ ഗാന്ധിയുടെ നോട്ടത്തിൽ രാഹുൽ ഗാന്ധി മാത്രമാണ് പെർഫെക്റ്റ്, ബാക്കി എല്ലാവരും കള്ളന്മാരും കുഴപ്പക്കാരും നരേന്ദ്രമോദിക്ക് കുഴലൂതുന്നവരും എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നരേന്ദ്രമോദിയെ തെറ്റ് ചെയ്താൽ വിമർശിക്കാത്ത, അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാത്ത ആൾക്കാരാണോ നമ്മുടെ രാജ്യത്തുള്ളത്? അപ്പോൾ ഇതൊക്കെ വെറുതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുക, കരിവാരി തേക്കുക, അപമാനിക്കുക, നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഒരു അന്തസത്തയുണ്ട്, അതിനെ നശിപ്പിക്കുക. അതാണ് രാഹുൽ ഗാന്ധി ലക്ഷ്യമിട്ടിരിക്കുന്നത്. അത് അദ്ദേഹം സാധിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവും. ബീഹാറിൽ ഇതിനൊക്കെ കൃത്യവും വ്യക്തവുമായ ഉത്തരം കിട്ടും. അവിടെ ഈ ഇന്ത്യ മുന്നണിയെ കാത്തിരിക്കുന്നത് എന്താണെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ജനങ്ങൾ ഇതൊക്കെ നമുക്കറിയാം. അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യം മുഴുവനും എങ്ങനെയാണ് കോൺഗ്രസിനെ നേരിട്ടത്, തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പാഠം പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു.
പക്ഷെ അന്നും കേരള ജനത ആ അടിയന്തരാവസ്ഥയ്ക്ക് ഒപ്പമായിരുന്നു എന്നുള്ളതാണ് കേരളത്തിലെ വോട്ടർമാർ. എന്തായാലും ഒരു കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം, ഇന്ത്യയിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. അവര് വലിയ സാക്ഷരതയോ വലിയ പഠിപ്പോ ഇതൊന്നുമില്ലാത്ത ഗ്രാമീണരായ കാർഷിക വൃത്തി കൊണ്ട് ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷെ അവരാരും വിഡ്ഢികളല്ല രാഹുലിനെ പോലെ.